എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരോടും അതൊന്ന് പറയണമെന്ന് തോന്നി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാറുണ്ടായിരുന്ന ആ ഒരു വാക്ക് വേ ഉണ്ട്. അവിടെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാവുക ആ നേരത്തെ. പ്രോഗ്രാമിൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ ചുറ്റും പ്രകൃതി ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് കാണുന്നു എന്നുള്ളത്. അത് ഫീൽ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെ നടന്നുകൊണ്ട് നമ്മൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഈ ചുറ്റിലും കാണുന്ന പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് അതിനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരിക്കുക. നമ്മൾ നന്ദി വീട്ടിലിരുന്ന് പറയുന്നതും വളരെ നല്ല കാര്യമാണ്. എന്നിരുന്നാലും ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് വളരെ സ്പെഷ്യലാണ്. എല്ലാവരും അത് ഫീൽ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത് മിസ് ചെയ്യാൻ ഒട്ടും പാടില്ലാത്തൊരു കാര്യമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ശരിക്കും സന്തോഷത്തിൻ്റെ ഒരു നമ്മളിതുവരെ അനുഭവിച്ചതൊന്നുമല്ല സന്തോഷം എന്ന് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ആ അതിനേക്കാളൊക്കെ നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റാവുന്ന ഒരു സമയമായിരിക്കും ഇത്. നമ്മുടെ ജീവിതം തന്നെ മറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ കുടുംബജീവിതത്തിൽ അതിലെല്ലാം ഈ സന്തോഷത്തിൻ്റെ ആ ഒരു അനുരണനങ്ങൾ വന്നു ഭവിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. ഞങ്ങൾ ആദ്യം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളൊരു വാക്ക് വേ ആണ്. ആക്ച്വലി ഈ വഴിയിലൂടെ നടന്ന് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നത്. ശരിക്കും എനിക്ക് പറയാനുള്ളത് എല്ലാവരും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിന് തോന്നട്ടെ, അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത്. ഇതൊരു വാക്ക് വേ ആണ്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിന് അടുത്ത് ഓപ്പോസിറ്റ് ജസ്റ്റ് ഈ വഴിയുടെ ഈ സൈഡിലൂടെ ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമായിരിക്കും എപ്പോഴും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നീട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പുരോഗമിക്കുന്ന സമയത്ത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഇത് നമ്മളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ഒരു ദിവസം തുടക്കത്തിൽ ഒരു 5 മിനിറ്റിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് ഒന്നും നടന്നാലും നമ്മൾക്കത് മതിയാവില്ല. ആ രീതിയിലേക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും ആ ഒരു സന്തോഷം അനുഭവിക്കണം. നമ്മളുടെ തന്നെ ഒരു ബെറ്റർ വേർഷനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്നും ആ ഒരു നല്ല നമ്മളെ തന്നെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ള ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടായിരിക്കും. മാത്രമല്ല അവർക്ക് നമ്മൾ പുതിയൊരു നല്ലൊരു നമ്മളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ അവരും നമ്മളെ ആ രീതിയിൽ തന്നെ അവരും കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അവരും നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നുണ്ടായിരിക്കും എല്ലാം. അപ്പോൾ പരമാവധി നമ്മൾ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് അങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ നടക്കാൻ ശ്രമിക്കുക. സന്തോഷം തുടക്കത്തിലേ തന്നെ നമ്മളത് നടക്കും. അതിനുശേഷം നമ്മളെപ്പോഴാണോ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അത് ഇരട്ടിച്ച് വരുന്നുണ്ടായിരിക്കും. നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി, അത് നമ്മുടെ ആരോഗ്യത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളെ റിലേഷൻസിനെ എല്ലാത്തിനെയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടും ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്.